ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയായി പാലക്കാട് മാറുകയാണ്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി.ജെ.പിയും നിയമസഭാ മണ്ഡലം ഭരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം ഭരിക്കുന്ന കോൺഗ്രസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ. രാഷ്ട്രീയപരമായുള്ള വൈരാഗ്യം കൊണ്ട് മണ്ഡലത്തിലെ പല വികസനങ്ങൾക്കും തടയിടാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ വികസന മുരടിപ്പിന് കാരണക്കാരെന്നതിൽ ഓരോ തെളിവുകളും എണ്ണിപ്പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുകയാണ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടം. പാലക്കാട് മണ്ഡലത്തിൽ ആരംഭിക്കുവാനിരുന്ന സ്റ്റേഡിയം ഉൾപ്പെടെ എം.പി. വി.കെ. ശ്രീകണ്ഠൻ കൊണ്ടുവന്ന KSRTCയിലെ കംഫർട്ട് സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് ബി.ജെ.പി. ആണെന്നും നിലവിൽ സ്റ്റേഡിയം വരാൻ പോകുന്ന ഇടത്ത് എക്സിബിഷൻ നടത്തുന്ന മുനിസിപ്പാലിറ്റി രണ്ട് തരത്തിൽ അവിടെ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് എക്സിബിഷനിൽ നിന്നാണ്. മറ്റൊന്ന്, പാർട്ടി ഫണ്ട് കളക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അവിടുത്തെ എക്സിബിഷൻ മാറുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അതിന് തല കൊയ്താലും കാല് പോയി. സഭയുടെ പദ്ധതികളെല്ലാം ഒരു അജണ്ട പോലെ കോൺഗ്രസ് എതിർക്കുകയാണെന്നാണ് പറയുന്നത്. ഏതെല്ലാം പദ്ധതികളാണ് എതിർത്തത്? അതിന് എതിർക്കാൻ ഇവരെന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? 300 കോടി രൂപയുടെ പദ്ധതി അല്ല, എതിർക്കാൻ ഇവർ കൊണ്ടുവന്ന പദ്ധതി എന്താ? ഇത് തന്നെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വകാര്യ സ്ഥാപനം ഒരു CSR ഫണ്ട് കൊടുത്തതാണ്, അല്ല എന്തൊരു പദ്ധതിയൊന്നുമല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന എന്തൊരു പദ്ധതിയൊന്നുമില്ല. തനത് ഫണ്ട് വെച്ചിട്ടാണെങ്കിൽ അവിടെ പാർക്കിന് വേണ്ടിയിട്ട് വെച്ച സ്ഥലമല്ല. എന്ത് പാർക്ക് കൊണ്ടുവരാഞ്ഞ്? ശരി, ഇത് വന്നു, ഇത് കൊണ്ടുവരട്ടെ. പാലക്കാട് നഗരസഭയുടെ ബഡ്ജറ്റാണോ? എൻ്റെ പൊന്നു സുഹൃത്തെ, ആ റെയിൽവേ സ്റ്റേഷൻ എടുത്തൊരു കംഫോർട്ട് സ്റ്റേഷൻ പണിയാൻ പറ്റാത്ത ആളുകളല്ലേ ഇവർ? ഞങ്ങൾ മുടക്കിയോ? അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് മൂത്രം ഒഴിക്കാൻ ഒരാൾ വന്നാൽ അതിന് സൗകര്യം കൊടുക്കാത്ത ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ മുടക്കിയെന്ന്. ഇവിടെ MP ശ്രീ V.K. ശ്രീകണ്ഠൻ അദ്ദേഹം കൊണ്ടുവന്ന ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് എത്ര വർഷമായി? ഒരു അവിടെ ഒരു ടോയ്ലറ്റ് കൂടി പണിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കാൻ പറ്റും. അത് പണിയേണ്ടത് പിന്നെ മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ഞാൻ ഫണ്ട് വയ്ക്കാൻ തയ്യാറാണ്. ആ പദ്ധതി വരട്ടെ, ആളുകൾക്ക് പ്രയോജനം കിട്ടട്ടെ. ചെയ്തോ? ഇനി സ്റ്റേഡിയം ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രിയും നേരിട്ട് കത്ത് കൊടുത്തതാണ്, മീറ്റിംഗ് വിളിച്ചതാണ്. ഇവർ വന്നില്ല, ഇവർ സഹകരിക്കുന്നില്ല. എന്താ സ്റ്റേഡിയം വരാൻ സമ്മതിക്കാത്തത്? നിങ്ങളത് അന്വേഷിച്ചിട്ടുണ്ടോ? സ്റ്റേഡിയം വരാതിരിക്കാൻ മുനിസിപ്പാലിറ്റി ശ്രമിക്കുന്നതിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ. അവിടെ പതിവായി നടക്കുന്ന എക്സിബിഷൻ ഉണ്ട്, അത് മുടങ്ങിപ്പോവും. എക്സിബിഷൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടാം വരുമാനം. മനസ്സിലായി കാണുമല്ലോ. ഒരു വരുമാനം മുനിസിപ്പാലിറ്റിക്ക്, മറ്റേ വരുമാനം പാർട്ടിക്ക്. ഇവരെ പോയിട്ട് ഈ എക്സിബിഷൻ നടത്തുന്ന ആളുകളെ പോയിട്ട് മിരട്ടിയിട്ട് പിരിവ് വാങ്ങുന്നത്. ആ എക്സിബിഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒറ്റ പോയിന്റിലാണ്. ഒറ്റ പോയിന്റ് മുനിസിപ്പാലിറ്റി അവിടെ സ്റ്റേഡിയം പണിയാൻ സമ്മതിക്കാത്ത. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാലക്കാട് പോലെ കായിക മേഖലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത്, ഇത്രയേറെ അന്താരാഷ്ട്ര കായിക താരങ്ങളുള്ളൊരു സ്ഥലത്ത് 50 കോടി മുടക്കാമെന്ന് സംസ്ഥാന സർക്കാരും എന്ത് പണം വേണമെങ്കിലും മുടക്കാമെന്നൊരു ജനപ്രതിനിധിയും പറഞ്ഞിട്ട് പോലും ആ പദ്ധതി വരാൻ സമ്മതിക്കുന്നില്ല. കായിക വകുപ്പ് മന്ത്രി നേരിട്ട് വിളിച്ച എത്ര മീറ്റിങ്ങുകളുണ്ട്? ശ്രീ അബ്ദുറഹ്മാൻ നേരിട്ട് വിളിച്ച എത്ര മീറ്റിങ്ങുകളുണ്ട്? ഈ നിയമസഭാ സമ്മേളന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ട് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞു. സഹകരിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, അവിടെ എക്സിബിഷനുകൾ നടത്തണം. ഇനി ഏതിനെ പറ്റിയാണ് പറയേണ്ടത്? നമ്മുടെ KSRTC ഡിപ്പോ ഇതുവരെ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഏത് പദ്ധതിയാണ് നമ്മൾ മുടക്കിയത്? ഈ പദ്ധതിയെ നമ്മൾ മുടക്കുന്നുണ്ട്, അതിൻ്റെ പേര് കൊടുക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അല്ലാതെ പദ്ധതിയൊക്കെ ഒന്നും എതിരല്ല നമ്മൾ. നഗരസഭ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നഗരസഭ പേരിടുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പണിയൊക്കെ നമുക്കറിയാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പിന്നോട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ നഗരസഭ പാലക്കാടിൻ്റെ വികസന മുടക്കികളായി നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി, ആ സിറ്റിയെ ഇവരുടെ രാഷ്ട്രീയ അജണ്ട കാരണം മാത്രം തകർക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വന്നാൽ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറില്ലേ? ഇത്രയും റോഡ് അക്സസിബിലിറ്റി ഉള്ള ടൗണിൻ്റെ ഒത്ത നടുക്കുള്ള സ്റ്റേഡിയം വേറെ നിങ്ങൾക്കുണ്ടോ? സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് പല ടൗൺഷിപ്പുകളും ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ഒരു ഒത്ത ടൗൺഷിപ്പിൻ്റെ നടുക്ക് ഒരു സ്റ്റേഡിയം നിൽക്കുക, അത് പണിയാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താ? ഇവരെ മിരട്ടിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഇപ്പം വലിയ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ അവരെ മിരട്ടിയിട്ട് നമുക്ക് പണം കാണാൻ ഇവർക്ക് പിരിക്കാൻ കഴിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം അതുകൊണ്ട് അത് വേറെ, ഇത് വേറെ. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്.
ആ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പരിഹരിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ വിട്ടേക്കുന്നേ.